ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അദ്ധ്യായം 16. രാധാകൃഷ്ണ വിവാഹം. ഒരിക്കൽ നന്ദഗോപര് ശ്രീകൃഷ്ണ ഭഗവാനെയും തോളിലേറ്റി പശു മേച്ചുകൊണ്ട് ഭാണ്ഡീരവനത്തിൽ എത്തിപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. ആകാശം മേഘാവൃതമായി. ഭയം ജനിപ്പിക്കുമാറ് ഇരുട്ടും വ്യാപിച്ചു. നന്ദഗോപരുടെ പുത്രൻ കരയാൻ തുടങ്ങി. ഭയം തോന്നിയ നന്ദഗോപര് പുത്രനെ മടിയിൽ വെച്ച് ഹരിയെ ശരണം പ്രാപിച്ചു. ആ അവസരത്തിൽ കോടി സൂര്യപ്രഭ ചിന്തിക്കൊണ്ട് രാധാദേവി നന്ദഗോപരുടെ സമീപത്തെത്തി. നീലവസ്ത്രം ധരിച്ച് അരഞ്ഞാണം, വളകൾ, രത്നഹാരം, മൂക്കുത്തി, സീമന്തരേഖയിൽ ചൂടാമണി എന്നിങ്ങനെ പ്രത്യേക ആഭരണങ്ങൾ അണിഞ്ഞായിരുന്നു രാധാറാണിയുടെ വരവ്. അതു കണ്ട നന്ദഗോപര് രാധാറാണിയോട് കൈകൂപ്പിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ളത് സാക്ഷാൽ പുരുഷോത്തമനും അവർ പുരുഷോത്തമൻ്റെ പ്രാണനാഥയുമാണെന്നും ഈ സത്യം ഗർഗമുനി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും തൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ ആ പൂർണ്ണ പുരുഷോത്തമനെ എടുത്തുകൊള്ളണമെന്നും പറഞ്ഞു. അപ്രകാരം രാധ തൻ്റെ പ്രാണനാഥനെ നന്ദഗോപരിൽ നിന്ന് 2 കൈകളും കൂട്ടി ഏറ്റുവാങ്ങി. നന്ദഗോപര് രാധയെ പ്രണമിച്ച് അവിടം വിട്ടുപോയി. ഗോലോകധാമത്തിൽ നിന്ന് അവിടേക്ക് അയക്കപ്പെട്ട ആ ഭൂപ്രദേശം ദിവ്യരൂപം ധരിച്ച് പത്മരാഗം പതിച്ച സ്വർണം പോലെ ശോഭിച്ചു. ദിവ്യവൃക്ഷങ്ങൾ പൂത്തുലഞ്ഞു. യമുനാനദിയുടെ തീരത്ത് രത്നമയമായ സോപാനങ്ങൾ ഉയർന്നു. ഗോവർദ്ധന പർവ്വതം അരുവികളാലും ഗുഹകളാലും സമ്പുഷ്ടമായി ശോഭിച്ചു. വസന്ത ഋതുവിൻ്റെ മാധുര്യം മുഴുവനും അവിടെ പ്രകടമായി കാണപ്പെട്ടു. മയിലുകളും കോകിലങ്ങളും മറ്റും മദം പൂണ്ട് ആടുകയും പാടുകയും ചെയ്തു. അവിടെ സ്വർണ്ണകമലങ്ങൾ വിരിഞ്ഞു നിന്നു. ഇത്രയുമായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ശൈശവരൂപം വെടിഞ്ഞ് ആ കിശോരരൂപത്തിലേക്ക് മാറിയിട്ട് പീതവസ്ത്രം ധരിച്ചുകൊണ്ടും കൗസ്തുഭപ്രഭ വിതറിക്കൊണ്ടും സർവാലങ്കാര വിഭൂഷിതനായി രാധയുടെ മുന്നിൽ നിന്നു. അനന്തരം ഭഗവാൻ രാധയുടെ കൈയും പിടിച്ച് വിവാഹത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്ന മണ്ഡപത്തിലേക്ക് പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. അപ്പോഴേക്കും ബ്രഹ്മാവ് ആകാശത്തിൽ നിന്നിറങ്ങി വന്ന് രാധാകൃഷ്ണന്മാരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് സ്തുതിച്ച ശേഷം ലോകവ്യവഹാരാനുസൃതമായി ലോകത്തെ നേർവഴിക്ക് നയിക്കുവാനായി താൻ അവരുടെ വിവാഹകർമ്മം വിധിയാവണ്ണം നടത്താമെന്ന് പറഞ്ഞു. അനന്തരം ബ്രഹ്മാവ് എഴുന്നേറ്റ് കുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് അതിനു മുന്നിൽ വെച്ച് രാധാകൃഷ്ണന്മാരുടെ പാണീഗ്രഹണ കർമ്മം നിർവഹിച്ചു. പിന്നീട് വിഹിതമായ കർമ്മങ്ങൾക്കു ശേഷം അവരെ കൊണ്ട് വിവാഹമന്ത്രം ജപിപ്പിച്ചു. അനന്തരം രാധയെ കൊണ്ട് ഒരു മനോഹരമായ താമരമാല കൃഷ്ണൻ്റെ കഴുത്തിൽ ധരിപ്പിച്ചു. അതുപോലെ ശ്രീകൃഷ്ണനെ കൊണ്ട് ഒരു താമരമാല രാധയുടെ കഴുത്തിലും ധരിപ്പിച്ചു. അതിൽ പിന്നെ ബ്രഹ്മാവ് അവരെ ഒരു സുന്ദരമായ സിംഹാസനത്തിലിരുത്തി 5 മന്ത്രങ്ങൾ പഠിപ്പിച്ച് പിതാവ് പുത്രിയെ എന്ന പോലെ രാധയെ ശ്രീകൃഷ്ണൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ആ അവസരത്തിൽ ദേവന്മാർ ദുന്ദുഭി മുഴക്കിക്കൊണ്ട് നവദമ്പതികളുടെ മേൽ പുഷ്പങ്ങൾ വർഷിച്ചു. ഗന്ധർവന്മാർ ഗാനാലാപനം ചെയ്തു. അപ്സരസ്സുകൾ നൃത്തം ചവിട്ടി. ബ്രഹ്മാവ് അപേക്ഷിച്ച പ്രകാരം ഭഗവാൻ ബ്രഹ്മാവിന് തൻ്റെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി ദക്ഷിണയായി നൽകി. അദ്ദേഹം 2 പേരെയും പ്രണമിച്ച് സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. രാധാകൃഷ്ണന്മാർ അന്യോന്യം നൽകിയ മധുരഭക്ഷണം ഭക്ഷിച്ച ശേഷം യമുനാതീരത്ത് വെച്ച് മധുരവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വിഹരിച്ചു.
അവർ ശൃംഗാരരസ സമ്പൂർണമായ അനേകം ലീലകളിൽ വ്യാപൃതമായി. അനന്തരം യമുനാനദിയിലിറങ്ങി ജലക്രീഡയും നടത്തിയ ശേഷം വീണ്ടും കരകയറി ഭാണ്ഡീരവനത്തിൽ പ്രവേശിച്ച് ലീലകളിൽ അങ്ങനെ മുഴുകിയിരിക്കവേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് ആ കൈശോരഭാവം വെടിഞ്ഞ് ഒരു ശിശുവായി നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി. അത് കണ്ട് രാധ പരിഭ്രാന്തരായി തീർന്നപ്പോൾ രാധയെ സമാധാനിപ്പിക്കുമാറ് ഒരു അശരീരി കേട്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം അവരുടെ ആ മനോരഥം, രാധാറാണിയുടെ ശ്രീകൃഷ്ണൻ്റെയും ആ മനോരഥം പൂർണ്ണമാകും എന്നിങ്ങനെ ഒരു അശരീരി കേട്ടു. രാധാറാണി സമാധാനത്തോടെ ആ ശിശുവിനെയും എടുത്ത് യശോദാദേവിയുടെ ഭവനത്തിൽ ചെന്ന് ആ കുഞ്ഞിനെ യശോദയുടെ കൈകളിൽ ഏൽപ്പിച്ചു. കാട്ടിൽ ഇരുട്ട് വ്യാപിച്ചപ്പോൾ ഭയപ്പെട്ടു നിലവിളിച്ച തൻ്റെ പുത്രനെ കാത്തു രക്ഷിച്ചതിന് സ്വതന്ത്രമായി സന്തോഷത്തോടുകൂടെ തിരിച്ചേൽപ്പിച്ചതിന് യശോദാദേവി രാധാറാണിയെ അഭിനന്ദിച്ചു. രാധ സന്തുഷ്ടയായി യാത്ര പറഞ്ഞ് സ്വഭവനത്തിലേക്ക് പോയി. ഹരേ കൃഷ്ണ.